ചിലപ്പോഴൊക്കെ മക്കൾ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി പുനർജന്മം എടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. കേരളത്തിലെ CPMൻ്റെ കാര്യത്തിൽ ഇപ്പോഴതാ സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, അതിൻ്റെ പേരിൽ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഓരോരോ ഗുലുമാലുകൾ, പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്റർക്കോ ഈ പരാജയത്തിൽ യാതൊരു കാരണവുമില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് പടച്ചുണ്ടാക്കി PBക്ക് അയച്ചു. അത് അവരങ്ങോട്ട് സമ്മതിച്ചു തരുന്നില്ല. കേന്ദ്ര കമ്മിറ്റി ഒന്ന് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടി വിട്ടുപോയി UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച കുഞ്ഞികൃഷ്ണനെയും അതുപോലെ തന്നെ TK ഗോവിന്ദനെയും പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് MV ജയരാജൻ ഉണ്ടാക്കിയ പുകിലുകൾ, അങ്ങനെ നാനാവിധ പ്രശ്നങ്ങളാണ്. അതിനിടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിന്ന് പഴിക്കാമെന്ന് വിചാരിച്ചാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങളെടുത്ത് നമ്മളങ്ങ് അലക്കാൻ തുടങ്ങിയത്. അതൊന്ന് പച്ചപിടിച്ച് വരികയായിരുന്നു. അപ്പോഴേ ദേശാഭിമാനി, നമ്മുടെ പ്രിയപ്പെട്ട പത്രം, നേരത്തെ അറിയിക്കാൻ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉടമസ്ഥതയിൽ പടച്ചുവിടുന്ന പത്രം, അവർ തന്നെ നമ്മുടെ വഴിയിൽ ഇടങ്ങേറുണ്ടാക്കിയിരിക്കുന്നത്. അദാനിയുടെ വിഴിഞ്ഞം തുറമുഖം, അവിടുത്തെ അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരികൾ ആഗോള കുത്തകയായ MSC എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ ഈ സ്ഥാപനത്തിന് വിൽക്കാൻ തീരുമാനിച്ചതാണ് പ്രതിപാദ്യ വിഷയം. ഇത് നേരത്തെ ചർച്ച തുടങ്ങിയതാ. LDF ഗവൺമെൻറ് ഉള്ളപ്പോഴേ തുടങ്ങിയതാ. LDF ഗവൺമെൻറ് നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSCയുടെ പ്രതിനിധികൾ വന്ന് ഇക്കാര്യമൊക്കെ സംസാരിച്ചതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. അപ്പോൾ അതേ VD സതീശനെ ഒന്ന് പിടിച്ച് കെട്ടാം, അത് വെച്ച് ഒതുക്കാമെന്നൊന്ന് വിചാരിച്ചതാ. അദാനിയും VD സതീശനും തമ്മിലൊരു ഗൂഢാലോചന. VD സതീശൻ വിമാനം പിടിച്ച് മംഗലാപുരത്ത് പോയിട്ട് അവിടെ അദാനിയുടെ ആളുമായിട്ടൊരു ചർച്ച, ഗൂഢാലോചന. അങ്ങനെയാണ് ഈ ഓഹരി കൈമാറ്റം എന്ന ആശയം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ആരോപണ ഗോപുരം നമ്മൾ പടച്ചുണ്ടാക്കിയതാ. നമ്മളെന്താ വിചാരിച്ചത്? അത് കേട്ട ഉടനെ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചിട്ട് വനവാസത്തിന് പോകുന്ന. അപ്പോൾ ഇതാ നമ്മുടെ ദേശാഭിമാനി, നോക്കടാ നമ്മുടെ മാർഗ്ഗയിൽ കിടക്കുന്ന ഒരു പ്രതിബന്ധം എന്ന നിലയിൽ നമുക്കിട്ട് പണി തന്നിരിക്കുക. എന്നാൽ 8ൻ്റെ പണി തന്നെ തന്നിരിക്കുക. മെയ് 18 VD സതീശൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പുതിയ സംസ്ഥാന സർക്കാർ നിലവിൽ വരുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റത്. ജൂൺ 5 17 ദിവസം കഴിഞ്ഞ ഉടനെ നമ്മുടെ ദേശാഭിമാനിയിൽ ഒരു വലിയ വാർത്ത 1-ാം പേജിൽ അങ്ങനെ മെഴുകി കൊടുത്തിരിക്കുക, വലിയ സംഭവമായിട്ട് കൊടുത്തിരിക്കുക. അതായത് വിഴിഞ്ഞം തുറമുഖത്ത് MSC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരികൾ വാങ്ങുന്നു. ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്താരാ? ദേശാഭിമാനിയാണ്. അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓഹരി വാങ്ങുന്നു എന്ന് മാത്രമല്ല, ആ ഓഹരിപ്പണം ഉപയോഗിച്ച് MSCക്ക് വേണ്ടി ഒരു ടെർമിനൽ അവിടെ പണിയുന്നു. അത് ഇതുവരെ നമ്മളാരും ചർച്ച ചെയ്യാത്ത കാര്യമാണ്. ധാരാളം വാർത്തകൾ അത് സംബന്ധിച്ച് വന്നു. അന്നൊന്നും പറയാത്തൊരു കാര്യം ജൂൺ 5 ദേശാഭിമാനിയിൽ 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 49% ഓഹരികൾ MSC വാങ്ങുന്നു. അതുമാത്രമല്ല, MSCക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഒരു ടെർമിനൽ പണിയുന്നു. അത് കഴിഞ്ഞ് 49% ഓഹരികൾ MSCക്ക് വിൽക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അദാനി പോർട്സിൻ്റെ തുറമുഖ കമ്പനിയുടെ ഒരു പത്രക്കുറിപ്പ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്ത, MSC 13,000 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുന്നു. അദാനി പോർട്സിൽ, അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അവരുടെ 49% ഓഹരികൾ വാങ്ങുന്നുവെന്ന് ആര് റിപ്പോർട്ട് ചെയ്തു? നേരത്തെ അറിയാൻ പത്രമിറക്കുന്ന ദേശാഭിമാനി, CPMൻ്റെ മുഖപത്രം, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിക്കുന്നത് ആ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റാരും അറിഞ്ഞിട്ടില്ല, പുതിയ ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല, മറ്റ് മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ദേശാഭിമാനി അറിഞ്ഞു, വളരെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതും പോരാഞ്ഞേ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരു സബ്ഹെഡിങ് പോലെ. അതായത് പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ വിദേശ നിക്ഷേപം വരുന്നതെന്ന്. MSCയുടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം അദാനി പോർട്സിന് 49% ഓഹരി വാങ്ങിച്ചുകൊണ്ടുള്ള ഈ ഇടപാട് നടക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണെന്നാണ് അന്ന് ദേശാഭിമാനി കണ്ടുപിടിച്ചത്. 13,000 കോടി രൂപയുടെ ഇടപാട്. അദാനി തുറമുഖ കമ്പനിയുടെ 49% ഓഹരികൾ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കാനുള്ളൊരു തീരുമാനം. അതിനുമേൽ തീരുമാനമെടുക്കാൻ
സതീശൻ മുഖ്യമന്ത്രിയായ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 17 ദിവസം മതിയോ? അതായത് സതീശൻ അറിഞ്ഞുകൊണ്ടാണ്, സതീശൻ്റെ ഗവൺമെൻറ്റുമായി നേരത്തെ ധാരണയുണ്ടാക്കിയതനുസരിച്ചാണ്, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയതനുസരിച്ചാണ് ഈ കച്ചവടം അല്ലെങ്കിൽ ഈ ഇടപാട് നടക്കുന്നതെങ്കിൽ അതിന് 17 ദിവസമേ ഉള്ളൂ. ആ 17 ദിവസം കൊണ്ട് ഇതുപോലൊരു ഇടപാട് ലോക ചരിത്രത്തിലുണ്ടാവുമോ? 13,000 കോടി രൂപയുടെ ഒരു സാമ്പത്തിക ഇടപാട്, ഓഹരി കൈമാറ്റ ഇടപാട് സംഭവിക്കുമോ? അതിനുള്ള ആലോചനകൾ നടക്കുമോ? അപ്പം ജൂൺ 5-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ ഈ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെക്കുറിച്ച് നേരത്തെ അറിവുള്ളവരുണ്ടായിരുന്നു. അത് LDF സർക്കാരാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് സംബന്ധിച്ച് MSCയുമായിട്ടുള്ള കൂടിയാലോചനകൾ തുടങ്ങിയിരുന്നു. ചില പത്ര റിപ്പോർട്ടുകളിൽ കണ്ടത് 1 കൊല്ലമായിട്ട് അദാനി പോർട്സും അല്ലെ അദാനിയുടെ കമ്പനിയും MSCയുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അതിനെപ്പറ്റി എങ്ങനെയാണ് സതീശൻ അറിയുക? സതീശൻ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തുക? ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേപ്പറ്റി മുന്നറിവുണ്ടായിരുന്നുവെങ്കിൽ അത് LDF സർക്കാരിനാണ്. എന്താ സംശയം? അതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച 2 റിപ്പോർട്ടുകൾ. അതാ പറഞ്ഞത്, മക്കൾ തന്നെ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് പുനർജന്മം എടുക്കുമെന്ന്. അത് പുനർജന്മത്തിൻ്റെ കഥയാണ്. ഇത് ഇപ്പോഴത്തെ ജന്മത്തിൽ തന്നെ, നിലവിലുള്ള ജന്മത്തിൽ തന്നെ ഇത് സംഭവിച്ചിരിക്കുകയാണ്. ദേശാഭിമാനി നല്ല ഒന്നാന്തരം പണി CPMന് കൊടുത്തിരിക്കുന്നു. ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ എന്തുവാ? വിക്കിപീഡിയ എടുത്തൊന്ന് വായിച്ചു നോക്കണം. രോമാഞ്ചം കൊണ്ടുപോകുന്ന ദേശാഭിമാനിയെക്കുറിച്ച് വായിക്കുമ്പോൾ പാലോറ മാത എന്ന് പറയുന്ന ഒരു കർഷക സ്ത്രീ അവിടെ ഒരു പശുക്കുട്ടിയെ സംഭാവന ചെയ്തു ഈ ദേശാഭിമാനി പത്രത്തിന് വേണ്ടി. AKG അങ്ങനെ കണ്ണൂരിൽ ദേശാഭിമാനിക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാലോറ മാത അങ്ങനെ ചെയ്തത്. അങ്ങനെ പാലോറ മാത ആ പ്രദേശത്തെയൊക്കെ സ്ത്രീകൾക്ക് ആരാധ്യയായി മാറിയെന്നാണ് വിക്കിപീഡിയയിലെ ദേശാഭിമാനിയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. EMSൻ്റെ സ്വത്തിൻ്റെ ഒരു നല്ല ശതമാനം വിറ്റത് അത് ദേശാഭിമാനിക്ക് വേണ്ടി ചെലവഴിച്ചുവെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ചരിത്രമുള്ള, രോമാഞ്ചം കൊള്ളിക്കുന്ന ചരിത്രമുള്ള ദേശാഭിമാനിയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ MV ഗോവിന്ദൻ മാസ്റ്ററെയൊക്കെ നിലപാടുകൾ ശരിയല്ല, ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പണി കൊടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സത്യത്തിലൂടെ പാർട്ടി പത്രം ചെയ്തിരിക്കുന്നത് കുലംകുത്തിയുടെ പണിയാണ്, അല്ലെങ്കിൽ ഒറ്റുകാരൻ്റെ ജോലിയാണ്. അതായത് LDF സർക്കാരിനും പാർട്ടിക്കും മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യം, അത് വെച്ച് നമ്മൾ സതീശനിട്ടൊരു പണി കൊടുക്കാൻ കാത്തിരിക്കുമ്പോൾ അത് പുറത്തുവിട്ട ദേശാഭിമാനി കുലംകുത്തിയല്ലേ, ഒറ്റുകാരനല്ലേ? പക്ഷേ ഞങ്ങളിപ്പോൾ വർഗവഞ്ചകരെന്ന് പറയുന്നില്ല. ധാരാളം വർഗവഞ്ചകരെ കൈകാര്യം ചെയ്യാൻ ഇവിടെ കിടക്കുക. അവരിൽ ചെറിയൊക്കെ അകത്ത് കൊണ്ടുവരണമെന്നും പറഞ്ഞ് അകത്തുനിന്ന് തന്നെ പ്രഷർ തുടങ്ങിയിട്ടുണ്ട്. ചില ഗുരുമാലുകൾ അല്ലെങ്കിൽ തൊന്തരുവുകൾ ചിലരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടെ ഞങ്ങളിനി ദേശാഭിമാനിയെ കൂടെ വർഗവഞ്ചകരെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചെയ്തതുണ്ടല്ലോ, കൊണ്ടതായ്മയായി പോയി. പാർട്ടി പത്രത്തിന് തെറ്റുപറ്റി. MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുക അവർക്ക് തെറ്റുപറ്റിയെന്ന്, രാഷ്ട്രീയമായിട്ട് ജാഗ്രത കുറവുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഈ വീഴ്ച പറ്റി അല്ലെങ്കിൽ ജാഗ്രത കുറവുണ്ടായി എന്നീ 2 വാക്കുകളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുമായിരുന്നു? എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ മതി, അത് ആര് ചെയ്തായാലും മതി, സംസ്ഥാന നേതാക്കൾ ചെയ്താണെങ്കിലും മതി, അത് നമ്മൾ ഉടനെ പാർട്ടിയുടെ തലയിലേക്ക് വെക്കും, ഏതെങ്കിലും ജില്ലാ കമ്മിറ്റികളുടെ തലയിലേക്ക് വെക്കും. അവർക്ക് വീഴ്ച പറ്റി, അവർക്ക് രാഷ്ട്രീയമായി ജാഗ്രത കുറവുണ്ടായി, തെറ്റൊന്നുമല്ല. അവർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ജാഗ്രത കുറവുണ്ടായി. ആ ഒരു വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, ജാഗ്രത കുറവുണ്ടായി. തൽക്കാലത്തേക്ക് ഞങ്ങൾ വിടുന്നതേ ഉള്ളൂ ദേശാഭിമാനിയെ, ഞങ്ങൾ പിടിക്കും കേട്ടോ. ഇതിൻ്റെ പത്രാധിപർ ആരാണെന്നറിയാമല്ലോ, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. പക്ഷേ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് ചില കുറിപ്പുകളൊക്കെ എഴുതിയത് ഞങ്ങളാരും വായിച്ചിട്ടില്ല എന്ന് കരുതണ്ട കേട്ടോ. അതിലെ ചില കൊത്തും കൊളുത്തും മുനയും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ എഴുത്തിലെ ചില പ്രത്യേകതകൾ അത് പാർട്ടി നോട്ട് ചെയ്തിട്ടുണ്ട്, അതിന് സംശയമൊന്നും വേണ്ട. പുത്തലത്തിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില ബൂർഷ പത്രങ്ങളിൽ ചില വാർത്തകൾ വരുന്നു, ബേബി സഖാവിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ആശീർവാദത്തോടുകൂടി പുത്തലത്ത് ദിനേശൻ, M സ്വരാജ്, P രാജീവ് മുതലായ ചില ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിലെ ചില പ്രത്യേക ചിന്തകൾ, ആലോചനകളൊക്കെ നടന്നു വരുന്നതായിട്ട് ബൂർഷ പത്രങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പലപ്പോഴും പാർട്ടിയുടെ കാര്യത്തിൽ ശരിയായിട്ട് വന്നിട്ടുള്ളത്. അത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ
അത്തരം റിപ്പോർട്ടുകളെയൊന്നും തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ ഇതിനെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദേശാഭിമാനി ചിന്തിച്ചോ, അവറാച്ച ഒരു പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദേശാഭിമാനിയിലെ ബുദ്ധിജീവികൾ, ഇപ്പോൾ പാർട്ടിക്കിട്ട് പണിയുന്നവർ ഓർത്താൽ മതി. അതുമാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പും അതിനകത്തുണ്ട് ദേശാഭിമാനിയിൽ. നിങ്ങളുടെ ആൾക്കാർ മാത്രമല്ല, അതും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരും അവിടെ ഉണ്ട്, ഞങ്ങളെടുത്ത് ഉപയോഗിച്ചോളാം. പിന്നെ ദേശാഭിമാനിയിലെ ചില സഹാക്കൾ, ബുദ്ധിജീവികൾ ഈ കന്നം തിരിവ് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് നിരായുധരാകത്തൊന്നുമില്ല. പാർട്ടിയിൽ കൊണ്ട് നല്ല ഒന്നാം തരം ബുദ്ധിജീവികളുടെ ഒരു നിര. ഈ സാക്ഷാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ, അദ്ദേഹമാണ് ഇപ്പോൾ പ്രത്യയശാസ്ത്ര വിശകലനത്തിൻ്റെ അട്ടിപ്പേരെടുത്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഉണ്ട്. പിന്നെ ഒരു രണ്ടാമൻ പി രാജീവുണ്ട്. അദ്ദേഹം ഈ സൈദ്ധാന്തിക വിശകലനത്തിൽ അത്ര പുറകിലൊന്നുമല്ല. പിന്നെ സാക്ഷാൽ സ്ഥിരം ബുദ്ധിജീവി നമ്മുടെ തോമസ് ഐസക്. ഇന്നലത്തെ ബ്രീഫിങ്ങിൽ, ക്യാബിനറ്റിന് ശേഷമുള്ള ബ്രീഫിങ്ങിൽ ദേശാഭിമാനി പത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് വി ഡി സതീശൻ ഒരു അലക്കലക്കിയല്ലോ. അത് കഴിഞ്ഞ ഉടനെ ആദ്യം രംഗത്ത് വന്ന ആരാ? നമ്മുടെ പി രാജീവ്. കുറേ കാലമായിട്ട് സഖാവ് അല്പം നിശബ്ദനായിരുന്നു. തോൽക്കുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ തോറ്റുപോയി. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും മിടുക്കനായ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നതാണ്. പക്ഷേ കാര്യമുണ്ടായില്ല, ജനങ്ങളെ തൊട്ട് അംഗീകരിച്ചില്ല. അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് വി ഡി സതീശനെതിരായിട്ട് ആദ്യം രംഗത്ത് വന്നത് നമ്മുടെ പി രാജീവാണ്. വളർന്നു വരുന്ന ബുദ്ധിജീവിയാണ്, പാർട്ടിയെ സംബന്ധിച്ചോളം. ഇനി നാളെ പാർട്ടിയുടെ സൈദ്ധാന്തിക ചർച്ചകളൊക്കെ സ്വന്തം ചുമലിലേറ്റേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ അദാനി പോർട്സ് എന്ന് പറയുന്ന കമ്പനി MSCയുമായിട്ട് നടത്തിയ ഈ ആലോചനകൾ അല്ലെങ്കിൽ ഓഹരി കൈമാറ്റം ചെയ്യാനുള്ള നടപടികൾക്ക് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടുണ്ടോ? അതായത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് മാത്രമേ അദാനി തുറമുഖ കമ്പനിക്ക് ഓഹരി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകളിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. അത് ഇവിടുത്തെ ന്യായമാണ്. അങ്ങനെ കരാറിലുണ്ടോ? സംസ്ഥാന സർക്കാരും അദാനി പോർട്ട് കമ്പനിയുമായിട്ടുള്ള കരാറിൽ അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ പറയുന്നതാണല്ലോ. എന്താണ് കരാറിലുള്ളത്? ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം. മുൻകൂർ അനുമതി, അതായത് ഓഹരി കൈമാറ്റത്തിന് മുമ്പ് മുൻകൂർ അനുമതി. ഇവിടെ ഇപ്പോൾ രാജീവ് സഖാവ് എന്താ പറയുന്നത്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനകൾ തുടങ്ങുന്നതിന് മുമ്പേ മുൻകൂർ അനുമതി വാങ്ങണമെന്ന്. മറ്റ് കമ്പനികളുമായിട്ട് ഓഹരി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ, സതീശൻ അധികാരത്തിൽ വന്ന ദിവസം, ദേശാഭിമാനിയിൽ വാർത്തകൾ വന്ന ദിവസം, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സഖാവ് രാജീവേ, ഈ ചർച്ചകൾ വളരെ നേരത്തെ തുടങ്ങിയതാണല്ലോ. ഒരു കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. MSCയുമായിട്ടുള്ള ചർച്ചകൾക്ക് അത്രയും പഴക്കമുണ്ടെങ്കിൽ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അന്ന് പിണറായി വിജയനാണല്ലോ, താങ്കളാണല്ലോ വ്യവസായ മന്ത്രി. താങ്കളടങ്ങുന്ന ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടത്താൻ? MSCയുമായിട്ട് മാത്രമല്ലല്ലോ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചർച്ചകളുണ്ടാവുക. ഓഹരി വാങ്ങാൻ താല്പര്യമുള്ള മറ്റു കമ്പനികളെ, വിദേശ ഭീമന്മാരുമായിട്ട് ചർച്ചകൾ നടക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു മുൻകൂർ അനുമതി, ചർച്ചകൾക്ക് മുമ്പായിട്ട് മുൻകൂർ അനുമതി വാങ്ങുന്ന ഒരു ഏർപ്പാട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കണം. ഇപ്പോൾ ഒരു പുതിയ വാദവുമായി വന്നിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് മുൻകൂർ അനുമതി, അതാണ് കരാറിൽ. ഇപ്പോൾ രാജീവനടക്കമുള്ളവർ പറയുന്നത്, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏറ്റു പറയുന്നത് അതാണ്. ഓഹരി കൈമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മുൻകൂർ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സഖാവി അങ്ങനെ കരാറിൽ പറയുന്നില്ലല്ലോ. എന്താണ് കരാറിൽ പറയുന്നത്? 74% ഓഹരികൾ വരെ, അതായത് അദാനി പോർട്സ് കമ്പനിയുടെ, അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 74% ഓഹരികൾ വരെ മറ്റാളുകൾക്ക് വിൽക്കാം, ഓഹരി കൈമാറ്റം ചെയ്യാം. 26% ഓഹരികൾ അദാനി കമ്പനി കൈവശം സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനവർ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. കരാറനുസരിച്ച് 2ഉം 3ഉം ഘട്ടം വികസനത്തിന് അദാനി സ്വന്തം പണം കണ്ടെത്തണം. ഗവൺമെൻറ്റിൽ നിന്നൊരു ചില്ലിക്കാശ് കിട്ടത്തില്ല. അത് ആദ്യ ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. 2ലേക്കും 3ലേക്കും വേറെ പണം കണ്ടെത്തണം. അതിനവർക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണം കടമെടുത്ത് പലിശ കൊടുത്ത് മുടിയുന്നതിനേക്കാൾ നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിനാണ് അവർ തീരുമാനിച്ചത്.
അവർ ചർച്ച നടത്തുന്നു, MSCയുമായിട്ട് ധാരണ എത്തുന്നു, അവരുമായിട്ടൊരു കരാർ വയ്ക്കുന്നു. അതിനുശേഷം കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് അവർ കേരള സംസ്ഥാന സർക്കാരിനെ സമീപിക്കുന്നു അവരുടെ അനുമതിക്ക് വേണ്ടി. കേരള ഗവൺമെൻറ്, സതീശൻ സർക്കാർ അതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങി വച്ചതല്ലാതെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഓഹരി വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. MSCക്ക് 49% ഓഹരി കൊടുക്കാനുള്ള അദാനി പോർട്സിൻ്റെ തീരുമാനം അംഗീകരിച്ചിട്ടില്ലെന്ന്. പിന്നെന്തിനാണ് ഈ മുൻകൂർ അനുമതി? എന്തിൻ്റെ മുൻകൂർ അനുമതിയെക്കുറിച്ചാണ് രാജീവൻ സഖാവ് താങ്കൾ പറയുന്നത്? അപ്പോൾ ഉടനെ നമ്മുടെ MP ഗോവിന്ദൻ മാഷ് ചോദിക്കാം, രാജീവൻ പറഞ്ഞതിനേക്കാൾ ഒരു മുഴം കൂട്ടിയെറിയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അദ്ദേഹം ചോദിക്കുന്നു, സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി കൈമാറ്റ നടപടികളിലേക്ക് പ്രവേശിച്ചതിന്, അല്ലെങ്കിൽ ആ നടപടികൾ ആരംഭിച്ചതിന് സംസ്ഥാന സർക്കാർ അദാനി പോർട്സ് ലിമിറ്റഡിനെതിരായിട്ട്, അല്ലെങ്കിൽ അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരായിട്ട് എന്ത് നിയമ നടപടികളാണ് എടുക്കാൻ പോകുന്നതെന്ന്. എന്താ ചെയ്യുക? ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പാതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ വേണ്ടത് ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയാണ്. അതില്ലാതെ കൈമാറ്റം നടത്താനാവില്ല. കൈമാറ്റം നടത്തി എന്നൊക്കെ ചില ബുദ്ധികൾ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ 49% ഓഹരികൾ വാങ്ങാൻ തയ്യാറുള്ള ആളുകളോട് ചർച്ച നടത്തി അതിൽ MSCയുമായിട്ട് കരാറിൽ വന്നു എന്നുള്ളതാണ്. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി കൈമാറ്റം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അദാനിക്കെതിരായിട്ട് എന്ത് നിയമ നടപടികളാണ് എടുക്കുന്നതെന്ന്. എന്താ ഇതിനൊക്കെ മറുപടി പറയുക? എന്തിനാണ് നിയമ നടപടികൾ എടുക്കുന്നത്? ഇവിടെ നിയമ നടപടികൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമേ വരുന്നില്ല. സർക്കാർ അറിയാതെ ഓഹരി കൈമാറ്റം നടന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിയമ നടപടി? അതൊന്നറിയണം MP ഗോവിന്ദൻ മാസ്റ്റർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഈ CPMൻ്റെ ഈ നേതാക്കളോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദ്യമൊന്നും ചോദിക്കുന്നില്ല, അതിനൊന്നും നമുക്ക് അവകാശമില്ല. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടിയുള്ള കാരണമാണ്. നിങ്ങൾക്ക് ഈ കമ്പനി അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് വിഴിഞ്ഞം തുറമുഖം നടപ്പിൽ വരണം, നടപ്പാകണം, അത് കൂടുതൽ വിജയകരമാകണം, 2-3 ഘട്ടങ്ങളൊക്കെ പൂർത്തിയാവണമെന്നാണോ അതോ അത് ഇല്ലാതാക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും.